രാവിലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് പോകാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചൂടൊന്ന് മാറുമ്പോഴത്തേക്ക് കല്യാണിയാണ് കേട്ടോ ആദ്യം എണീക്കുന്നത്. ഞാനൊന്ന് കുളിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആള് മൊത്തത്തിൽ കലിപ്പായിരുന്നു. പിന്നെ ചേട്ടൻ ഒന്ന് റെഡിയാവുന്ന നേരം കൊണ്ട് അവളെ ഒന്ന് ഉറക്കി സെറ്റാക്കി. കണ്ണൂസിനും കല്ലൂസിനും നേരെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ബാക്കി പ്രയാണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടോയിലാണ് പോയത്. നേരെ ചെന്ന് തമ്പാനൂർ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അകത്തോട്ട് പോയിട്ട് ചടയമംഗലം ബസ് കയറാമെന്ന് എഴുതി കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് തന്നെ എൻ്റെ വെട്ടിയോന് ചായ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ എത്ര ചായ കുടിച്ചാലും മതിയാത്തൊരു കക്ഷിയാണ് കേട്ടോ ഇതെന്ന് പറയണത്. ഇപ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു നാരങ്ങ മുട്ടായി മാത്രം എടുത്ത് കേട്ടോ. വോമിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ടെൻഡൻസി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 8 കാലമായപ്പോൾ ഞങ്ങൾ നേരെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. 10 മണിക്കായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ. ഞങ്ങളൊരു 8:30 ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് ജഡായിപ്പാറ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ എന്തിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെൻറ്റ് വഴി ഫിസിയോതെറാപ്പിസ്റ്റിനെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ഫിസിയോതെറാപ്പിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് 2 സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. അവർ ട്രിവാൻഡ്രത്തോട്ടാണ് പോണേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കാറിലാണ് കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പാതിയിടം വെച്ച് ചാക്കയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ബസ് കയറിയാണ് കേട്ടോ ബാക്കി പ്രയാണമെന്ന് പറയണത്. അപ്പോൾ രാവിലത്തെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഒരു 11:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഒരു ബീഫ് ബിരിയാണി, ഞാൻ ഒരു പ്രോൺസ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉള്ള സാധനമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി പാഴ്സലാണ് കേട്ടോ ചെയ്തത്. എനിക്ക് ഫുള്ള് അങ്ങോട്ട് പോവില്ല. അപ്പോൾ എന്തായാലും അതിനുശേഷം ഒരു ലൈമും കൂടെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ എംപ്ലോയ്മെൻറ്റ് ഓഫീസിലോട്ടാണ് പോയത്. എൻ്റെ എംപ്ലോയ്മെൻറ്റ് കാർഡ് ഒന്ന് ലാപ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സാറുമാർ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള